ഹലോ, വെൽക്കം ബാക്ക്. ഇതാണ് സാൻ സെബാസ്റ്റ്യൻ, സ്പെയിനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കോസ്റ്റൽ സിറ്റികളിലൊന്ന്. ഈ സിറ്റിയുടെ ലോക്കൽ നെയിം ഡൊണോസ്ത്യ എന്നാണ്. ഞങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് സൊറീല ബീച്ചിൽ നിന്നാണ്. ഇവിടെ നോട്ടീസ് ചെയ്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, വളരെയധികം ഡോഗ്സിനെ ഈ ബീച്ചിൽ കാണാൻ കഴിയും. ഹലോ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇത് കാണുമ്പോൾ നമ്മളും ഹാപ്പിയാവും. ഓരോരുത്തരും പല പല കാര്യങ്ങളിലായിട്ട് വളരെ എൻഗേജ്ഡ് ആണ്. ചിലരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ബെല്ലിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരം വരുന്ന പലരും ഒന്നും വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ ഓണറും അവരുടെ പെറ്റ് എന്തെങ്കിലും ചെയ്താൽ ഉടൻ ക്ലീൻ ചെയ്യും. അതിനായി പ്രത്യേകം തന്നെ ബാഗുകൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബീച്ച് ഇത്ര ക്ലീൻ ആയിരിക്കുന്നത്. പബ്ലിക് സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നത് കൾച്ചറിന്റെ ഭാഗമാണ്. ഇവിടെ സർഫിംഗ് ഒരു ഹോബിയല്ല, ലൈഫ് സ്റ്റൈലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല സമയങ്ങളിലായിട്ട് സർഫ് ചെയ്യുന്നത് കാണാം. ഇതിപ്പോൾ ഇവിടെ സർഫിംഗ് സീസൺ അല്ല. എന്നിരുന്നിട്ടും ഇവിടുത്തെ വേവ്സ് ഒക്കെ എനിക്ക് വളരെ പെർഫെക്റ്റ് കണ്ടീഷനായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ പീക്ക് സീസൺ പറയണ്ടല്ലോ. മാത്രമല്ല, വെറ്റ് സ്യൂട്ട് ഇല്ലാതെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന്. എന്തായാലും സമ്മറിൽ ഞാൻ ഒന്നും കൂടെ വരുന്നുണ്ട്, സർഫ് ചെയ്യാൻ മാത്രമായിട്ട്. നഗരങ്ങളിൽ ഒട്ടനവധി സർഫിംഗ് ഷോപ്പുകളും നമുക്ക് കാണാൻ കഴിയും. So now we are in a coffee to have a traditional Spanish breakfast. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. So traditional breakfast in Spain is churros con chocolate. We take the churros and dig in the hot chocolate and then you eat it. Avocado toast. ഇവിടെ കുട്ടികളെക്കാട്ടിയും പട്ടികളാണ് കൂടുതലുള്ളത്. അവരെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി, നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ. ഇവിടുത്തെ എല്ലാത്തിനും നല്ല പ്രായമുണ്ട്. അത് ബിൽഡിങ്ങുകളായാലും ശരി, പാലങ്ങളായാലും ശരി. ഇതിവിടുത്തെ ഒരു പവർഫുൾ സ്പോട്ടാണ്. കാരണം കടലും കായലും ചേരുന്ന സ്ഥലമാണിത്. മലമുകളിൽ നിന്ന് യാത്ര തുടങ്ങി വരുന്ന ഉറുമിയ റിവർ സിറ്റി മുഴുവൻ കടന്ന് ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നു ചേരും. ഇതൊരു വലിയ നഗരമാണ്. ഇതിന് ഇടയ്ക്കൊരു മലയും ഉണ്ട്. സോ നമുക്കിത് രണ്ട് നഗരമായിട്ട് ഫീൽ ചെയ്യും. So after this mountain, the other city, and here the other city. മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കടൽ വളരെ വയലന്റ് ആണ്. കൂടാതെ നല്ല കാറ്റും. ഈ ഇനം പക്ഷികൾ ഇവിടെ ഒരുപാട് കാണപ്പെടാറുണ്ട്. ക്ലാസിക് സീഗൽ തന്നെയാണ് ഇത്. പക്ഷെ എന്നാലും ഇതിന്റെ കാലുകൾ മഞ്ഞ നിറത്തിലായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മല. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മലയാണ്. ഇതിന്റെ പേര് മോണ്ടി ഓർഗിൽ എന്നാണ്. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ജീസസിന്റെ സ്റ്റാച്ചു കാണാൻ കഴിയും. അതിന്റെ പേര് ദ സേക്രഡ് ഹാർട്ട് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ലാ കോഞ്ച ബേ. ഇത് ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ പോർട്ടാണ്. ഈ കാണുന്ന പോലത്തെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇവിടെയുള്ള ഒരു ഫിഷിങ്ങിന് പോകുന്നത്. മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ബോട്ടുകളും ഇവിടെ തന്നെ ഉണ്ട്. പോർട്ടിൽ നിന്നുള്ള നഗരത്തിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ബീച്ച് കുറച്ചുകൂടെ ശാന്തമാണ്. ചരിത്രം പറയുകയാണെങ്കിൽ 19ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് രാജകുടുംബം ഇവിടെ സമ്മർ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ക്യൂൻ മരിയ ക്രിസ്റ്റീന എന്ന് പറയുന്ന രാജകുമാരി ഈ സിറ്റിനെ തന്റെ സ്വന്തം സമ്മർ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റി. സീ ബാത്തിങ് അന്നത്തെ കാലത്ത് വളരെ ഹെൽത്തി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. സോ ലാ കോഞ്ച ബിക്കം എ റോയൽ സമ്മർ എസ്കേപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു റോയൽ ലുക്ക്. ആസ് യൂഷ്വൽ ഇവിടെയും ഒരു പള്ളിയുണ്ട്. ഇപ്പോൾ പള്ളികൾ എനിക്കൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഭയങ്കര സൈലന്റ് ആണ്. കുറച്ചു നേരം ഇവിടുത്തെ സൈലൻസ് ഒക്കെ എൻജോയ് ചെയ്തിരുന്നപ്പോൾ സൈഡിൽ നിന്ന് ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങി.
പള്ളിപ്പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് നേരെ ഫുഡ് കഴിക്കാനാണ്. സാധാരണ ഫുഡല്ല, പയ്യ എന്നാണ് ഈ ഫുഡിന്റെ പേര്. സ്പെയിനിലെ ഒരു ഐക്കോണിക് ഡിഷാണിത്. ഞങ്ങൾ കയറിയിരിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ്. ഐക്കോണിക് ഡിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡിഷ് എല്ലായിടത്തും തീർന്നു. അതുകൊണ്ട് പിന്നെ അവസാനം തപ്പി പിടിച്ചെത്തിയത് ഈ റെസ്റ്റോറൻറ്റിലാണ്. 2-3 ടൈപ്പ് പയ്യുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് മിക്സഡ് പയ്യാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മീറ്റ് ആൻഡ് സീ ഫുഡ്. ശരിക്കും ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതെല്ലാം കൂടി ഇനി എപ്പോൾ കഴിച്ചു തീർക്കാനെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഫുള്ള് ഫിനിഷ് ചെയ്തു. So if you come to San Sebastian, I recommend this restaurant. It's really good. Paella, very good. പയ്യെ കഴിച്ചിട്ട് പയ്യെ വീട്ടിൽ പോകാന്നുള്ള തീരുമാനമായി രണ്ടുപേർക്കും. നേരത്തെ കണ്ട ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 2 കിലോമീറ്റർ ദൂരെ കാണുന്ന ഒരു ചർച്ചാണിത്. ഇതിന്റെ ടോപ്പ് പാർട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ആർക്കിടെക്റ്റ് ഒക്കെ എങ്ങനെ അവർ ബിൽഡ് ചെയ്യുന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാണ്. ഇവിടുത്തെ ഓരോ കോണിലും ചരിത്രം ഉറങ്ങുന്നുണ്ട്. അതിന് പറയാൻ ഒരുപാട് കഥകളുമുണ്ട്. ചില സ്ഥലങ്ങൾ സുന്ദരം മാത്രമല്ല, അവ നമ്മളെ മാറ്റും. സാൻ സെബാസ്റ്റ്യൻ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു അനുഭവമാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ സ്ഥലങ്ങൾ കാണുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെ തന്നെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും. സാൻ സെബാസ്റ്റ്യൻ എന്ന നഗരം എന്നെ പഠിപ്പിച്ചത് ഒരു സൺസെറ്റ്, ഒരു കോഫി മൊമെന്റ്, ഒരു റാൻഡം വാക്ക്, ഇതൊക്കെയാണ് നമ്മളെ റീസെറ്റ് ചെയ്യുന്നത്. So it's all about San Sebastian. We walk around 15 kilometers today. We cover whatever we can, and hope you guys enjoy today's video. Subscribe for more videos. Bye bye.